ജിദ്ദയിലെ തൊയ്യബത്ത് മസ്ജിദ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പള്ളിക്ക് മുന്നിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വുഡ് മോസ്ക് എന്ന് വിളിക്കാം. മരപ്പള്ളി എന്ന് മലയാളികളൊക്കെ പറയുന്ന നല്ല രസകരമായ അല്ലെങ്കിൽ കാണാൻ നല്ല ഇമ്പമുള്ള ഈ തൊയ്യബത്ത് മോസ്ക്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇജാസ് മോഡലിലുള്ള വസ്തുക്കളിലൂടെ പണിത ഒരു പള്ളിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൽ കുറേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മരം കൊണ്ടാണ് ഇതിൻ്റെ ജനലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു മോഡലാണ്. ശരിക്കും നമുക്ക് പഴയ കാല ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ഈ പള്ളിയോടൊക്കെ ബന്ധപ്പെട്ട് ഇജാസ് കാലഘട്ടത്തോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെയാണ് നല്ല രസകരമായ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അതുപോലെ പോയി ഇവർ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ചില ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇങ്ങനെ കിടക്കണം എങ്കിലും നല്ലൊരു ഇതിൽ പലതും ഉണ്ട്. നമുക്ക് ഇതൊന്നും സൗദി അറേബ്യയുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ കുറേ വിസ്തരിച്ച് പഠിക്കേണ്ടതൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു മാതൃക, ഇപ്പോൾ നമുക്ക് പലതിൻ്റെ ഒരു മാതൃകയൊക്കെയാണ് തോന്നുന്നത് അവിടെ എവിടെയൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു അനുഭവമാണ് ഈ പള്ളിയും ഇതിനോട് പരിസര പ്രദേശങ്ങളൊക്കെ. ഈ പള്ളിയുടെ ബാക്ക് വശം അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ വശത്ത് കുറേ ഷോപ്പുകളാണ്. ഷോപ്പുകൾ കൂടുതൽ ആൻറ്റിക് ഷോപ്പുകളാണ് കൂടുതൽ ഈ ഭാഗത്തുള്ളത്. ശരിക്കും ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഈ സ്ഥലത്ത് കാണാനുള്ളൊരു ഈ പള്ളിക്ക് ഉള്ളിൽ തന്നെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരു മുറ്റത്തിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ മുറ്റം നല്ലൊരു വിശാലമായ മുറ്റവും പിന്നെ അതേപോലെ തന്നെ ഇവിടെ മരങ്ങളുണ്ടാക്കി മരങ്ങളെ കൊണ്ട്
ഈ ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചത്. നല്ല രസമുണ്ട്. ഈ കാണുന്നത് സൗദിയിലെ മസ്ജിദുകളാണ്, പ്രധാനപ്പെട്ട മസ്ജിദുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ മദീനത്തെ പള്ളി വരെ ഒരു ഭാഗത്തുണ്ട്, കിബിലത്തിനുണ്ട്. പ്രധാനപ്പെട്ട സൗദിയിലെ എല്ലാ മസ്ജിദും ഇവിടെ അവർ ക്ലേ മോഡലുകളിൽ അല്ലെങ്കിൽ കരകൗശലമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. നല്ലൊരു ആർട്ട് പ്രദർശിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ജിദ്ദയിലെ വളരെ സെൻട്രലിൽ കിടക്കുന്ന ഒരു പള്ളിയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രങ്ങളുമാണ് ഇവിടെ കൂടുതലും പ്രദർശിപ്പിച്ചിട്ടുള്ളത്.